കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. കതിര് കാണാ കിളി ഞാൻ എന്നാണോ കതിര് കാണാ കിളി നീ എന്നാണോ ഞാൻ മറന്നുപോയി. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. ടീച്ചറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ സദാചാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ സീരിയസ് ആണ്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും. ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കെ രമയ്ക്കെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ ആക്ഷേപമാണ് ആ സ്ത്രീയെക്കുറിച്ച് ഇന്ന ദിവസം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു മാർക്സിസ്റ്റ് മർക്കട ഇവരെ കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഓർമ്മിക്കുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഉമാ തോമസിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓട്ടെ, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നമ്മുടെ പത്മജ വേണുഗോപാൽ അവർ മൂന്നപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവരെ അവമാനിക്കാൻ വേണ്ടി സഖാക്കൾ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്, മകളുടെ ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, എന്തൊക്കെ അവഹേളനമാണ് ഇവർ നടത്തിയത്. എന്താ ഉറക്കം വരുന്നു. അതൊന്നും ഇപ്പൊ സഖാക്കൾക്ക് ഓർമ്മയില്ല. സഖാക്കൾക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ആകെ ശൈലജ ടീച്ചറുടെ കണ്ണീര് മാത്രം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ശൈലജ ടീച്ചർ കരഞ്ഞപ്പോൾ സഖാക്കൾക്കൊക്കെ വലിയ സങ്കടം. ഇനിയിപ്പോൾ സാംസ്കാരിക നായകന്മാരും നായികമാരൊക്കെ നാളെ തൊട്ട് രംഗത്ത് വരും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കെ രമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രയാസവും തോന്നിയില്ല. നിഷ പുരുഷോത്തമനെ അവഹേളിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീയെക്കുറിച്ചും, അത് ശോഭ സുരേന്ദ്രൻ ആയിക്കോട്ടെ, അല്ലെ ശോഭന ജോർജ് ആയിക്കോട്ടെ, കോൺഗ്രസിലും BJPയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളും അവഹേളനവുമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കൈവതം നാറ്റിക്കരുത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് വന്നത്. ഇനി സാക്ഷാൽ ശൈലജ ടീച്ചറോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചറും കൂടി അസംബ്ലിയിലുള്ളപ്പോഴല്ലേ കെ രമയെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് MM മണി ആഭാസകരമായ പരാമർശങ്ങൾ നടത്തിയത്? അപ്പോൾ ടീച്ചർ എന്തെടുക്കായിരുന്നു? ടീച്ചറുടെ വായിൽ ആ സമയത്ത് അവലോസ് പൊടിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരാണ് ബാക്കി പാർട്ടിക്കാരെ സദാചാരം പഠിപ്പിക്കുന്നത്, സൈബർ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ കലികാല വൈഭവം എന്നല്ലാതെ നമുക്ക് യാതൊന്നും പറയാനില്ല. ടീച്ചറുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേർന്നു. സന്തോഷായി, നല്ല സന്തോഷായി.